വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വളരെ ക്രിസ്പി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു വലിയൊരു കോളിഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തിന്നായിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു തണ്ടൊന്നും നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതും കൂടെ അതിന് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അധികം വണ്ണം ഇല്ലാതെ നമ്മൾ നീളത്തിലൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരുപാട് കനത്തിലാകുമ്പോൾ നമുക്കത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിലൊരു പ്രാണികളൊക്കെ ഉണ്ടാവും, ഒരുപാട് ഇൻസെക്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഒന്നിങ്ങനെ വെള്ളത്തിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിൽ പുഴുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ വന്ന് അത് പെട്ടെന്ന് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്യാതെ നിങ്ങൾക്ക് നല്ല തിളച്ച വെള്ളത്തിലേക്ക് കുറച്ച് സമയം ഒരു കോളിഫ്ലവർ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് കുറച്ച് സമയം വെച്ചാലും മതി. അങ്ങനെ കുറച്ച് സമയം തിളച്ചു. ഞാനിതൊന്ന് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടൊന്ന് ഇങ്ങനെ അടച്ചു വെക്കുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിലുള്ള വിഷാംശങ്ങളും അതുപോലെ ഇൻസെക്ട്സ് ഒക്കെ ഇങ്ങനെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ആ സമയത്തേക്ക് ഇതിലേക്ക് വേണ്ട ഒരു മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ വലിയൊരു ബൗളിലേക്ക് 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ നമ്മൾ 1/4 ടീസ്പൂണ് വലിയ ജീരകമില്ലേ, പെരുംജീരകം, അതൊന്നിങ്ങനെ വറുത്തിട്ട് പൊടിച്ചിട്ടുള്ളതാണ്. അതുപോലെ 1/4 ടീസ്പൂണ് ചെറിയ ജീരകം, അതും വറുത്തിട്ട് പൊടിച്ചിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് ഉപ്പ്, നമ്മൾ നേരത്തെ തിളപ്പിക്കുന്ന സമയത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലും കുറച്ചും കൂടെ ഒന്ന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പാണ്. ഇനി നമുക്ക് നല്ലൊരു പുളിപ്പിനൊക്കെ ആയിട്ട് ഇതാ ഒരു 1.5 ടീസ്പൂണോളം ഞാൻ സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സോയാ സോസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളതിന് പകരമായിട്ട് വിനാഗിരി ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണോളം ഇഞ്ചി, 1/4 ടീസ്പൂണോളം വെളുത്തുള്ളി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഇല്ല, ഒരു 1/4 ടീസ്പൂണിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ നമ്മൾ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 മുറി ചെറുനാരങ്ങയുടെ നീര്. അപ്പോൾ ഇത്രയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിലിപ്പോൾ നമ്മളെല്ലാം കുറേ ടൈപ്പ് ഐറ്റംസ് ചേർത്തിട്ടുണ്ട്, എല്ലാം കുറേശ്ശെയാണ്. അപ്പം എല്ലാം ഒന്ന് ചേർക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ എക്സിബിഷനൊക്കെ പോകുമ്പോഴൊക്കെ, ഫെസ്റ്റിവലിലൊക്കെ പോകുമ്പോൾ ഒരു സ്റ്റാളിലൊക്കെ ഉണ്ടാവുമല്ലോ, ഫുഡിൻ്റെ സ്റ്റാളിലൊക്കെ ഉണ്ടാവുന്ന ആ ഒരു കറക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടാനായിട്ട് നമ്മൾ ഇത്രയും ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ എല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് കോൺഫ്ലവറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ കോൺഫ്ലവറിന് നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതിയാക്കിയിട്ട് പകുതി മൈദമാവ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി അതല്ല കോൺഫ്ലവർ തീരെ കയ്യിലില്ലെങ്കിൽ പകുതി അരിപ്പൊടിയും 1/2 കപ്പ് അരിപ്പൊടിയും അതുപോലെ തന്നെ 1/2 കപ്പ് മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പക്ഷേ കോൺഫ്ലവർ ചേർക്കുമ്പോഴാണ് നല്ലൊരു ക്രിസ്പിനെസ് ഉണ്ടല്ലോ, ഒരു പുറം ഭാഗം നല്ലൊരു ക്രഞ്ചി ആയിട്ടും അകത്ത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടുക. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ടും കോൺഫ്ലവർ തന്നെയാണ് 1 കപ്പ് ചേർത്തത്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാട് അങ്ങ് ലൂസാവരുത്. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് നല്ലൊരു കോട്ടിങ് കിട്ടൂല ആ ഒരു കോളിഫ്ലവറിലേക്ക്. കുറച്ചൊരു തിക്കായിട്ടുള്ളൊരു ബാറ്റർ തന്നെ റെഡിയാക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ വെള്ളമൊക്കെ വാർത്തിയെടുത്തിട്ടുള്ള കോളിഫ്ലവർ കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 10 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ കുറഞ്ഞതിലിങ്ങനെ തിരിച്ച് മറിച്ചിട്ട് ചെയ്യുമ്പോൾ അത്രയ്ക്കൊരു ഇത് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ ഓയിലോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഫ്ലെയിം ഒന്നിങ്ങനെ കുറച്ച് കൂട്ടി വെക്കുക. എന്നിട്ട് നമ്മളിത് ഓരോന്നായിട്ടൊന്നിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ കുറച്ച് ഏകദേശം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഏകദേശം ഫ്ലെയിം ഒന്ന് ഒരു മീഡിയത്തിലേക്ക് ആക്കി വെക്കുക. എന്നിട്ട് നമ്മൾ തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗവും ഒരിഞ്ഞ് വരുന്നവരെ നന്നായിട്ടൊന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഈ പാനിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പം അത്ര ഒരു നല്ല ഒട്ടിപ്പിടിക്കാതെ കിട്ടും. നമ്മളെല്ലാം കൂടി ഇങ്ങനെ സ്പൂണായിട്ട് ഫുൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആ ഒരു പൊടിയും കൂടെ ചേരുമ്പം നമുക്ക് ഒരുമിച്ച് കിട്ടില്ല, അങ്ങനെ എല്ലാം കൂടെ കട്ടയായിട്ടോ കിട്ടുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. നമ്മൾ കൈ വെച്ച് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ നമ്മളെല്ലാം ഇട്ട് കൊടുത്ത് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഫ്ലെയിം കൂട്ടി വെക്കുമ്പം അതിൻ്റെ ആ ഒരു പുറത്തെ ഒരു ബാറ്റർ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കരിഞ്ഞു പോകും. അതിൻ്റെ അകത്തോട്ട് ശരിക്കും അങ്ങ് ആ ഒരു ഇത് വരില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആ ഒരു കറിവേപ്പിലേൻ്റെ നല്ലൊരു ഫ്ലേവറും കൂടെ അതിൻ്റെ കൂടെ വരും.
നമ്മളിതുപോലെ ഈ മിക്സ്ചറിലും അങ്ങനെ സ്നാക്സിലൊക്കെ ചേർത്ത് കൊടുക്കില്ല. അപ്പോൾ അതുപോലെ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ. എന്നിട്ട് നമ്മൾ അത് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് പിന്നെ നമുക്ക് കുറേ സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഓൾറെഡി നമ്മൾ കുക്കായതിന് ശേഷമാണ് കറിവേപ്പില ഇട്ടിട്ടുള്ളത്. പിന്നെ ഒരുപാട് സമയം ആക്കുന്ന സമയത്ത് ആ ഒരു കറിവേപ്പിലിൻ്റെ കളറൊക്കെ മാറി ആ ഒരു ഭംഗിയൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഫുള്ളും ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമ്മളൊന്ന് സ്ട്രെയിൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് ഫെസ്റ്റിവലിലും അതുപോലെ സ്റ്റാളിലൊക്കെ കിട്ടുന്ന ആ ഒരു ക്രഞ്ചി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ അവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ.